രഞ്ജിത്തിനെതിരെ കേസെടുത്താൽ സാക്ഷിമൊഴി നൽകാൻ തയ്യാറെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. സുഹൃത്തായ ജോഷി ജോസഫ് ആവശ്യപ്പെട്ട പ്രകാരം ശ്രീലേഖ മിത്രയുടെ വിഷയത്തിൽ താൻ ഇടപെട്ടിരുന്നു. നടി മാനസികമായി തകർന്നതിനാലാണ് അന്ന് പത്രസമ്മേളനം നടത്താതിരുന്നത് എന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി 24-നോട് പറഞ്ഞു. പലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അതിൻ്റെ സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് ഒരു വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ വെച്ചൊരു പത്രസമ്മേളനം നടത്തണം. ഇത്തരത്തിൽ തെമ്മാടിത്തരം നമ്മൾ അനുവദിക്കരുത്. അവർ വല്ലാതെ പേടിച്ച് വല്ലാതെ അസ്വസ്ഥയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് തുറന്നു പറയാനുള്ളൊരു മാനസിക നില അവർക്കുണ്ടായി കാണുമായിരിക്കില്ല. പോലീസിലും കോടതിയിലും അതൊക്കെ മൊഴി എനിക്കറിയാവുന്ന കാര്യം പറയാൻ ഞാൻ തയ്യാറാണ്. എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വട്ടോളിയച്ചൻ ഈ സംഭവത്തെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? വേണു, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 2009 ഈ സംഭവം നടക്കുമ്പോൾ തന്നെ താൻ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ സുഹൃത്ത് ജോഷി ജോസഫ് ആവശ്യപ്പെട്ട പ്രകാരം ഈ വിഷയത്തിൽ താൻ ഇടപെട്ടു. ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ്. അന്ന് ശ്രീലേഖ മിത്രയെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയം പൊതുജന സമക്ഷം കൊണ്ടുവരാൻ ഇടപെട്ടതാണ്. പക്ഷേ നടിയെന്ന് വളരെ ഭയചകിതയായിരുന്നു. മാനസികമായി അവർ വല്ലാതെ തകർന്ന അവസ്ഥയിലും ആയതുകൊണ്ട് അന്ന് വാർത്താ സമ്മേളനം നടന്നില്ല. നേരെ മറിച്ച് അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊൽക്കത്തയ്ക്ക് അയക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. താൻ അതിന് സാക്ഷിയാണ്, ആ നടിയുടെ അവസ്ഥയ്ക്ക് സാക്ഷിയാണ്. അതോടൊപ്പം ജോഷി പറഞ്ഞതനുസരിച്ച് അവിടെ നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് തനിക്ക് അറിവുള്ളതുമാണെന്ന് അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്താൽ താൻ സാക്ഷിമൊഴി നൽകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നത്. അതായത് രഞ്ജിത്തിനെതിരായ ഈ ആരോപണത്തിൽ സോളിഡായ എവിഡൻസ് കൂടി പോലീസിന് കിട്ടാൻ പോകുന്നു. സാക്ഷികളടക്കം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് വെളിപ്പെടുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ വിഷയത്തിൽ അമ്മയുടെയൊക്കെ പ്രതിനിധികൾ പ്രതികരിക്കുന്ന രീതി കേട്ടല്ലോ, അത് രഞ്ജിത്തിൻ്റെ അതേ സമീപനമാണ്. ഒരുപക്ഷെ അവസരം നിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രതികരണമാകാം എന്നൊക്കെയാണ് ഈ ജയൻ ചേർത്തലയൊക്കെ നേരത്തെ പ്രതികരിച്ച് കണ്ടത്. അപ്പോൾ ഈ വട്ടോളി കൃത്യമായി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ നടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണോ? അതിന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞൊരു കാര്യം, ഇവർ ഏതെങ്കിലും തരത്തിൽ നിസ്സാരക്കാരിയായ ഒരു നടിയല്ല എന്നുള്ളതാണ്. അവർക്ക് ഒട്ടനവധി വലിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളയാളാണ്. ഒപ്പം ഇവരൊരു ഇടതുപക്ഷ സഹയാത്രിക കൂടിയാണെന്ന് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം സാംസ്കാരിക മന്ത്രിക്കുള്ള മറുപടിയായി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവരൊരു ഇടതുപക്ഷ സഹയാത്രികയാണ്, ഒട്ടനവധി വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏറ്റവും മികച്ച നടികളിൽ ഒരാളാണ്, ബംഗാളിൽ അറിയപ്പെടുന്ന നായിക നടി കൂടിയാണ് ഈ ശ്രീലേഖ മിത്ര എന്നുള്ളതാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നത്. ഈ അമ്മയിലെ ആളുകളോ അതോടൊപ്പം മന്ത്രിയോ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. 2009 ഈ മൂലമ്പള്ളി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്ന ആ സമരത്തിനിടയ്ക്കാണ് തനിക്ക് ഈ ഒരു വിഷയം തൻ്റെ അറിവിലേക്ക് വരുന്നത്. അന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ജോഷി ജോസഫ് തന്നെ ബന്ധപ്പെട്ടു. അത് വാർത്താ സമ്മേളനം നടത്തിയ വിഷയം പുറത്തേക്ക് കൊണ്ടുവരാൻ താൻ മുൻകൈയെടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ നടി വലിയ മാനസികമായ തകർച്ചയിലും ഭയത്തിലുമായതിനാൽ അത് നടക്കാതെ പോയെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമ്മയിലെ ആളുകൾ ന്യായീകരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പശ്ചിമബംഗാൾ നടിയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ദുരനുഭവം അതിന് നേരിട്ട് സാക്ഷിയാണ് എന്നാണ് ഇപ്പോൾ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞിരിക്കുന്നത്. പോലീസ് കേസെടുത്താൽ സാക്ഷിമൊഴി നൽകാൻ തയ്യാറാണ് എന്നുമാണ് അഗസ്റ്റിൻ വട്ടോളി 24-നോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇടവേള കൂടി.